തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലും 47 വർഷമായി തുടരുന്ന ബൈബിൾ പാരായണം മുടക്കാതെ എറണാകുളത്തെ എൻഡിഎ സ്ഥാനാർത്ഥി കെ.എസ്. രാധാകൃഷ്ണൻ ബൈബിളിൽ നിന്നും കൊണ്ടിട്ടുള്ള പാഠങ്ങൾ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചതായും ദുഃഖവെള്ളി ദിവസമായ ഇന്ന് പ്രചാരണമുണ്ടാകില്ലെന്നും കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ഓരോ ദിവസവും പുലർച്ചെ 4 മണി മുതൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു എറണാകുളത്തെ എൻഡിഎ സ്ഥാനാർത്ഥി ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ. എന്നാൽ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഒഴിവാക്കി ബൈബിൾ പാരായണവും മറ്റുമായി അതിൽ മുഴുകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ബൈബിൾ പാരായണം അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണെന്ന് ആരെങ്കിലുമൊക്കെ തന്നെ പ്രചരിപ്പിച്ചേക്കാം. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നൊന്ന് ചോദിക്കുക. ഈ ബൈബിൾ പാരായണം അത് വർഷങ്ങളായിട്ട് തുടരുന്നതാണോ? എന്താണ് ഇന്ന് ഈ ബൈബിൾ പാരായണത്തിന് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം? ബൈബിൾ സംബന്ധമായി ഞാൻ ക്രിസ്തു ദർശനം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതുന്നത് എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലം മുൻപാണ്. ആ 20 കൊല്ലം മുൻപ് ഈ ക്രിസ്തു ദർശനം എഴുതുന്ന അതിനൊക്കെ മുമ്പ് 1977 തുടങ്ങി ബൈബിളിൻ്റെ ആരാധകനും വായനക്കാരനും പാരായണം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വായിച്ച അന്ന് തുടങ്ങി യേശുദേവൻ്റെ ജീവിതം എനിക്ക് നിത്യവിസ്മയമാണ്. എങ്ങനെയാണ് ആ ജീവിതം ലോകത്തിന് വെളിച്ചമാകും? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നാണ് യേശുദേവൻ പറഞ്ഞേക്കുന്നത്. ആ വെളിച്ചം ലോകത്തിന് പ്രകാശിപ്പിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. ആ വെളിച്ചത്തിൻ്റെ നിയമം നിരന്തരമായ, നിത്യമായ, നിരങ്കുശമായ, ശത്രുമിത്ര ഭാവങ്ങൾക്കതീതമായ സ്നേഹത്തിൻ്റെ കർമ്മരൂപമാണ്. അതിൻ്റെ മുന്നിൽ വിസ്മയത്തോടു കൂടി ആർക്കും നിൽക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ ബൈബിൾ നോക്കുമ്പം അത് പല കുറിപ്പുകളിലെ അടിവരയൊക്കെ ഇട്ടേക്കുന്നതാണ്. ഇതിൽ നിന്ന് എന്താണ് പ്രത്യേകം താല്പര്യം തോന്നിയ ഭാഗങ്ങളാണോ? അതല്ല, എന്നെ ഭയങ്കരമായി സ്വാധീനിച്ച ഭാഗങ്ങളാണത്. കാരണം യേശുദേവൻ്റെ ജീവിതം അത്ര ചെറിയ കാര്യമല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയാവുന്നത് മറ്റേ ഗിരിപ്രഭാഷണമാണ്. അതാണ് യേശുദേവൻ്റെ മുഖ്യമായ സന്ദേശവും ജീവിതവും. അതിലാണ് ഈ ലോകത്തിൻ്റെ മഹത്വം കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ എവിടെയെല്ലാം ലോകത്തിൻ്റെ മഹത്വം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഈ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പദവിയുടെയും യശസ്സിൻ്റെയും ഒക്കെ മഹത്വം വെളിവാക്കുന്ന ഭാഗങ്ങൾ വരുമ്പോൾ യേശുദേവൻ പറയുന്നത് സാത്താനെ എന്നെ വിട്ടുപോകൂ എന്നാണ്. ഇപ്പോൾ ഈ ബൈബിളിൽ നിന്ന് ഇത്തരം നാളത്തെ പാരായണത്തിൽ പ്രധാനമായും ഉൾക്കൊണ്ട എന്തെങ്കിലും പാഠങ്ങൾ ഇല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങളുണ്ടോ? എന്നെ നിത്യമായി എന്നെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് യേശുദേവൻ്റേത്. ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്ന. അതിലൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു തീവ്രവാദത്തിലൊക്കെ പോവുകയും പ്രശസ്ത കവി ആയിട്ടുള്ള ബാലേന്ദ്രനോടാണ് ഞാൻ എപ്പോഴും, ഞങ്ങൾ തമ്മിൽ ഉള്ള സംഭാഷണത്തിൽ എപ്പോഴും യേശുദേവൻ ഒരു സംഭാഷണ വിഷയമല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇന്നിപ്പം പ്രചരണ പരിപാടികളൊന്നുമില്ല. അത്യാവശ്യം ചില സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കുറേ ദിവസങ്ങളായിട്ട് കാണേണ്ടതുണ്ട്. ചില മരണ വീടുകളുണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി സന്ദർശിക്കണം, അതൊക്കെ മാത്രമേ ഉള്ളൂ. എന്തു തന്നെയായാലും ഈ ദുഃഖവെള്ളി ദിനം അത് പതിവ് തെറ്റിക്കാതെ ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് തിരക്കിൻ്റെ ഇടയിലും ഈ ബൈബിൾ പാരായണത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. പൂർണ്ണമായും പ്രചരണവും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മറ്റ് ചില സ്വകാര്യ പരിപാടികൾ മാത്രമാണ് ഉള്ളത്. എന്തു തന്നെയായാലും ഈ ബൈബിൾ പാരായണത്തിൽ നിന്നുള്ള പാഠങ്ങളും ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയാശംസയും നമുക്ക് നേരാം.